ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒരു റിവിഷൻ ക്ലാസ് ആണ്. നമ്മുടെ ക്ലാസ് 5 ബേസിക് സയൻസിലെ ചാപ്റ്റർ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് എനർജി ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റിവിഷൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്താണ് എനർജി എന്ന് പറയുന്നത്? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല, പക്ഷേ നമ്മുടെ പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ എല്ലാ എക്സാമിനും ചോദിച്ചു വരാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ യുവർ ഹൗസ് വേർ എനർജി ഈസ് യൂസ്ഡ്? എവിടേക്കാണ് എനർജി യൂസ് ചെയ്യുന്നത്? ഫോർ കുക്കിംഗ്, ഫോർ ലൈറ്റ്നിങ്, ഫോർ റണ്ണിങ് ഫാൻസ്, ഫോർ വാച്ചിങ് ടെലിവിഷൻ, ഫോർ ഹീറ്റിംഗ് വാട്ടർ. ഈ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എനർജി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനർജി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, ഫ്രം വിച്ച് സോഴ്സസ് ഡു വി ഗെറ്റ് എനർജി ഫോർ കുക്കിംഗ്? കുക്കിങ്ങിനുള്ള എനർജി കിട്ടുന്ന സോഴ്സസ് ഏതൊക്കെയാണ്? ഫയർവുഡ്, LPG, കെറോസിൻ, ബയോഗ്യാസ്, ഇലക്ട്രിസിറ്റി. ഈ എണ്ണത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് കുക്കിങ്ങിനുള്ള എനർജി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വൺ വേർഡൊക്കെ ആയിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഫ്യൂവൽസ്? എന്താണ് ഫ്യൂവൽസ്? ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് പ്രൊഡ്യൂസ് ഹീറ്റ് വെൻ ബേൺഡ്. ബേൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതിന് സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്യൂവൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്യൂവൽസ് എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഗീവ് എക്സാമ്പിൾ ഓഫ് ഫ്യൂവൽസ്. ഫ്യൂവൽസിന് എക്സാമ്പിൾ പറയുക. വുഡ്, കെറോസിൻ, LPG, പെട്രോൾ, ഡീസൽ, കോള്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂവൽസിന് എക്സാമ്പിൾ കേട്ടോ. വുഡ്, കെറോസിൻ, LPG, പെട്രോൾ, ഡീസൽ, കോള്. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് ഫ്യൂവൽസ് നോട്ട് ചെയ്ത് വെക്കാം. വിച്ച് മെറ്റീരിയൽസ് ബേൺ ഇൻ ഈച്ച് സ്റ്റൗ? ഓരോ സ്റ്റൗവിലും ബേൺ ചെയ്യുന്നത് ഓപ്പൺ ഹെർത്ത്, അതായത് നമ്മുടെ വീടുകളിലെ അടുപ്പിൽ ഏതാണ്? ഫയർവുഡ്. കെറോസിൻ സ്റ്റൗവിൽ ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കെറോസിൻ ആണ്. ഗ്യാസ് സ്റ്റൗവിൽ LPG കേട്ടോ. അപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വെക്കുക ഏത് മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് എക്സ്പീരിമെൻ്റൽ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതും പഠിച്ചു വെക്കുക. വാട്ട് ഹെൽപ്സ് ഇൻ ബേണിംഗ്? ബേണിങ്ങിന് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ എയർ, അതായത് ഓക്സിജൻ ആണ് ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. എയർ ഹെൽപ്സ് ഇൻ ബേണിംഗ്. കത്താൻ സഹായിക്കുന്നത് എയർ അല്ലെങ്കിൽ ഓക്സിജൻ. അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എന്ത് പറയാം? ഓക്സിജൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി വെക്കുക. വാട്ട് ഈസ് ഡൺ ടു മേക്ക് ഫയർവുഡ് ബേൺ വെൽ? നല്ല രീതിക്ക് ഫയർവുഡ് കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? ബ്ലോയിങ് എയർ, യൂസിങ് എ പൈപ്പ്, ഫാനിങ് ദ ഫയർ. ഇതൊക്കെ നമുക്ക് ഒരു ഫയർവുഡ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ തലതിരിച്ച് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വാട്ട് ക്യാൻ ബി ഡൺ ടു റെഡ്യൂസ് ഹീറ്റ് ലോസ് ഇൻ എ ഹെർത്ത്? ഒരു അടുപ്പിലെ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെസൽ ആൻഡ് ഹെർത്ത് ഷുഡ് ബി മിനിമൈസ്ഡ്. വെസലും അടുപ്പും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് കുറച്ച് കൊടുക്കാം. വെസൽ നല്ല രീതിക്ക് ഒരു മൂടി വെച്ചിട്ട് കവർ ചെയ്യാം. ഫയർവുഡൊക്കെ നല്ല പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ വെക്കുന്ന വിറക് കേട്ടോ. അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുത്താൽ ഇതാക്കാൻ വേണ്ടി പറ്റും. വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് ഫ്യൂവൽസ്? പിന്നെ നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഡീസൽ ഈസ് യൂസ്ഡ് ഇൻ ബസ്സസ് ആൻഡ് ട്രക്സ്, പെട്രോൾ ഈസ് യൂസ്ഡ് ഇൻ കാർസ് ആൻഡ് ബൈക്സ്, കോൾ എവിടെ യൂസ് ചെയ്യുന്നത്? തെർമൽ പവർ പ്ലാന്റ്സിൽ, ജെറ്റ് ഫ്യൂവൽസ് എയർക്രാഫ്റ്റിൽ. അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പെട്രോള്, അതുപോലെ ഡീസൽ, കോള്, ജെറ്റ് ഫ്യൂവൽ. ഫ്രം വേർ ഡു പെട്രോൾ ആൻഡ് ഡീസൽ കം? പെട്രോളും ഡീസലും എവിടുന്നാണ് വരുന്നത്? ദേ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി എർത്ത്. ക്രൂഡ് ഓയിൽ നിന്നാണ് പെട്രോളും ഡീസലും ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ.
ഹൗ ആർ ഫോസിൽ ഫ്യൂവൽസ് ഫോംഡ്? എങ്ങനെയാണ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാവുന്നത്? ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ഫ്രം ദ റിമൈൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ബ്യൂറീഡ് അണ്ടർഗ്രൗണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അതായത് നമ്മുടെ പ്ലാന്റ്സിൻ്റെയും എനിമൽസിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ നിന്നിട്ടാണ് നമ്മുടെ ഈ ഫോസിൽ ഫ്യൂവൽ, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളത് അല്ലേ, ഫോസിൽ ഫ്യൂവൽസ് എല്ലാം ഫോം ചെയ്യുന്നത്. വാട്ട് ആർ ഫോസിൽ ഫ്യൂവൽസ്? എന്താണ് ഫോസിൽ ഫ്യൂവൽസ്? ഫോസിൽ ഫ്യൂവൽസ് ആർ ദ ഫ്യൂവൽസ് ഫോംഡ് ഫ്രം ദി റിമൈൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ദാറ്റ് ലീവ്ഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ. പ്ലാന്റ്സും അതുപോലെ എനിമൽസിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളെയാണ് ഉണ്ടായിട്ട് ഫ്യൂവൽ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് കേട്ടോ. വൈ ആർ ഫോസിൽ ഫ്യൂവൽസ് കോൾഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്? എന്തുകൊണ്ടാണ് അതിനെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയാൻ കാരണം? ബിക്കോസ് ദയർ സ്റ്റോക്ക് ഡിക്രീസസ് വിത്ത് യൂസ് ആൻഡ് ദേ വിൽ ഇവഞ്ച്വലി ഗെറ്റ് എക്സോസ്റ്റഡ്. നമ്മൾ എടുക്കും തോറും അതിൻ്റെ സ്റ്റോക്കെല്ലാം കുറഞ്ഞു വരികയാണ്. ഫൈനലി നമ്മൾ ഓവർ യൂസ് ആയി കഴിയുമ്പോൾ അത് നശിച്ചു പോകാൻ വരെ ഇടയാവും അല്ലേ, ഇല്ലാതായി പോകാൻ ഇടയാവും. അടുത്തത് ഗീവ് എക്സാമ്പിൾസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. എന്തൊക്കെയാണ്? കോൾ, ക്രൂഡ് ഓയിൽ, അതിനാണ് നമ്മൾ പെട്രോളിയം എന്ന് പറയുക, അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ്. ഇതൊക്കെയാണ് ഫോസിൽ ഫ്യൂവൽസിൻ്റെ എക്സാമ്പിൾ. ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം കേട്ടോ. വാട്ട് വാസ് കോൾ മെയിൻലി യൂസ്ഡ് ഫോർ ഇൻ ദ പാസ്റ്റ്? പാസ്റ്റിൽ കോള് എന്തിനാണ് യൂസ് ചെയ്തിരുന്നത്? കോൾ വാസ് യൂസ്ഡ് ഫോർ റണ്ണിങ് ട്രെയിൻസ് ആൻഡ് ഷിപ്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഡസ്ട്രീസ്. ട്രെയിനും ഷിപ്സും ഒക്കെ ഓടാനും ഇൻഡസ്ട്രീസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യണത്. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? തെർമൽ പവർ പ്ലാന്റ്സിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ്. വുഡ് എന്താണ്? സോളിഡ് ആണ്. പെട്രോൾ ലിക്വിഡ് ആണ്. LPG ഗ്യാസ് ആണ്. കോള് സോളിഡ് ആണ്. ഡീസൽ ലിക്വിഡ് ആണ്. നാച്ചുറൽ ഗ്യാസ് ഗ്യാഷ്യസ് ഫ്യൂവൽ ആണ്. കെറോസിൻ എന്താണ്? ഗ്യാസ് ആണല്ലേ. അപ്പോൾ അത് ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സോളിഡ് ഏതാ, ലിക്വിഡ് ഏതാ, ഗ്യാസ് ഏതാന്ന് പറയണം. അടുത്തത് വൈ ആർ ഇലക്ട്രിക് ട്രെയിൻസ് ബെറ്റർ? എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ട്രെയിൻസ് ബെറ്റർ ആണെന്ന് പറയാൻ കാരണം? ദേ റെഡ്യൂസ് പൊല്യൂഷൻ ആൻഡ് സേവ് ഫോസിൽ ഫ്യൂവൽസ്. അവർ പൊല്യൂഷൻ കുറയ്ക്കുന്നുണ്ട്, അതുപോലെ ഫോസിൽ ഫ്യൂവൽസിനെ സേവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇലക്ട്രിക് ട്രെയിൻസ് ഒക്കെ ബെറ്റർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. വാട്ട് ആർ ദ നീഡ്സ് ഇൻ ഹൗസസ് ദാറ്റ് റിക്വയർ ഇലക്ട്രിസിറ്റി? വീടുകളിൽ ഇലക്ട്രിസിറ്റി ആവശ്യമുള്ളതിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്? ലൈറ്റ്നിങ്, റണ്ണിങ് ഫാൻസ്, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, മിക്സർ ഗ്രൈൻഡർ, ഹീറ്റിംഗ് വാട്ടർ. ഇതിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കറൻറ്റ് അഥവാ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ഹൗ ഈസ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? എങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി നോക്കുന്നത്? വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ് ഫ്ലോസ് ഡൗൺവേർഡ് ആൻഡ് റൊട്ടേറ്റ്സ് ടർബൈൻസ്. ഡാമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാട്ടർ അടിയിലേക്ക് പോയിട്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജനറേറ്റർ വർക്ക് ചെയ്യും. അങ്ങനെ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. Does the height of falling water affect turbine speed? Yes. Greater height and force of falling water increases the speed of the turbine. അപ്പോൾ ഹൈറ്റ് കൂടുതലും നല്ല ഫോഴ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ടർബൈൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഹൗ ഈസ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫ്രം വിൻഡ്? ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് വിൻഡിൽ ജനറേറ്റ് ചെയ്യുന്നത്? വെൻ വിൻഡ് ബ്ലോസ് ദ ബ്ലേഡ് ഓഫ് എ വിൻഡ് മിൽ റൊട്ടേറ്റ്. വിൻഡ് ബ്ലോ ചെയ്യുമ്പോൾ വിൻഡ് മില്ലിൻ്റെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റിംഗ് ബ്ലേഡ് എന്ത് ചെയ്യും? ടർബൈനെ കറക്കും. അപ്പോൾ ടർബൈൻ എന്തിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ജനറേറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജനറേറ്റർ വർക്ക് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. വാട്ട് പ്രോബ്ലം ക്യാൻ കോസ് സ്റ്റോം കോസ്? സ്റ്റോം ഉണ്ടാവാൻ എന്താണ് കാരണം? സ്റ്റോം ക്യാൻ കോസ് ഡാമേജ് ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ് ബിക്കോസ് ദേ കണ്ടെയ്ൻ എ ലോട്ട് ഓഫ് എനർജി. നാച്ചുറൽ ദുരന്തങ്ങളെല്ലാം ഉണ്ടാവും, കാരണം അതിൽ എന്തുണ്ട്? ഒരുപാട് എനർജി ഉണ്ട്.
ഹൗ ക്യാൻ വി റെഡ്യൂസ് ലോസസ് കോസ്ഡ് ബൈ സ്റ്റോംസ് കാരണമുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം? ബൈ ഫോളോയിങ് വെദർ ഫോർകാസ്റ്റസ് ആൻഡ് ടേക്കിംഗ് പ്രോപ്പർ പ്രിക്കോഷൻസ്. നമുക്ക് മുൻകൂട്ടി നിരീക്ഷിച്ച് പറയാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പം അത് ഫോളോ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കുക. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? സ്റ്റോം കാരണമുള്ള ലോസസ് എല്ലാം റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇൻ വാട്ട് വേസ് ഈ സോളാർ എനർജി യൂസ്ഡ്? സോളാർ എനർജി ഏത് വേസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ക്ലോത്ത്സ്, ഡ്രസ്സുകൾ നമുക്ക് നല്ല രീതിക്ക് ഡ്രൈ ചെയ്യാൻ, അതുപോലെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും സോളാർ കുക്കർ പോലെ, ഹീറ്റിംഗ് വാട്ടർ, വെള്ളം ചൂടാക്കാൻ, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോളാർ എനർജി എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. നെയിം 2 ഡിവൈസസ് ദാറ്റ് യൂസ് സോളാർ എനർജി. ഏതൊക്കെ ഡിവൈസസ് ആണ്? സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ പാനൽസ്. ഇത് 3 എണ്ണമാണ് സോളാർ എനർജി യൂസ് ചെയ്യുന്നത് കേട്ടോ. സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ പാനൽസ്. അപ്പോൾ നമുക്ക് സോളാർ എനർജി യൂസ് ചെയ്യുന്ന ഡിവൈസസിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക. ഹൗ ഡു സോളാർ പാനൽസ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി? എങ്ങനെയാണ് സോളാർ പാനൽസ് എല്ലാം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെൻ സൺലൈറ്റ് ഫാൾസ് ഓൺ സോളാർ സെൽസ് ഇൻ ദ പാനൽ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. അപ്പോൾ പാനലിൻ്റെ അകത്തുള്ള സോളാർ സെൽസിലേക്ക് നമ്മുടെ സൂര്യപ്രകാശം എത്തും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തത് വാട്ട് ആർ ഇലക്ട്രിക് വെഹിക്കിൾസ്? എന്തൊക്കെയാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്? ഇലക്ട്രിക് വെഹിക്കിൾസ് ആർ വെഹിക്കിൾസ് ദാറ്റ് റൺ യൂസിങ് ഇലക്ട്രിസിറ്റി ഇൻസ്റ്റെഡ് ഓഫ് പെട്രോൾ ഓർ ഡീസൽ. അതായത് നമ്മൾ സാധാരണ പെട്രോളും ഡീസലും ഉപയോഗിച്ചിട്ടല്ലേ വണ്ടി നീക്കുക. ഇത് അതായിരിക്കില്ല. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമ്മളെ വണ്ടി ഓടുന്നതിനുള്ള വെഹിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്? ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദേ യൂസ് ഇലക്ട്രിസിറ്റി ആണ് ഫ്യൂവലിന് പകരം യൂസ് ചെയ്യുക. അവർക്ക് ഗ്രീൻ നമ്പർ പ്ലേറ്റ്സ് ഉണ്ടാവും. അവരധികം എയർ പൊല്യൂഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് അറിയണം. വാട്ട് ആർ റിന്യൂവബിൾ എനർജി സോഴ്സസ്? എന്താണ് റിന്യൂവബിൾ എനർജി സോഴ്സസ്? എനർജി സോഴ്സസ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ് വിത്ത് യൂസ് ആർ കോൾഡ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. അതായത് നമ്മളുടെ ഉപയോഗം കാരണം നശിച്ചു പോവാത്ത അല്ലെങ്കിൽ തീരാത്ത എനർജി സോഴ്സസിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗീവ് എക്സാമ്പിൾസ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. അതിനെന്തൊക്കെയാണ് എക്സാമ്പിൾ? സൺലൈറ്റ്, വിൻഡ്, വാട്ടർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിന്യൂവബിളും നോൺ റിന്യൂവബിളും അതിൻ്റെ എക്സാമ്പിൾ കൂടി പഠിച്ചു വയ്ക്കണം. വൈ ആർ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം? ദേ ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ്. അവ ഒരിക്കലും തീരാൻ പോണില്ല. ദേ ഡു നോട്ട് കോസ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കില്ല. ദേ ഹെൽപ്പ് പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. അവ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബയോഗ്യാസ്? എന്താണ് ബയോഗ്യാസ്? ബയോഗ്യാസ് എന്ന് പറയുന്നത് ഒരു ഫ്യൂവലാണ് ബയോ വേസ്റ്റ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബയോ വേസ്റ്റ് എന്തൊക്കെയാണ്? വെജിറ്റബിൾ വേസ്റ്റ്, എനിമൽ ഡഗ് ആൻഡ് ഫുഡ് വേസ്റ്റ്. ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബയോ വേസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഫ്യൂവലാണ് എന്ത്? ബയോ ഗ്യാസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സെറ്റിംഗ് അപ്പ് എ ബയോഗ്യാസ് പ്ലാന്റ്? അപ്പോൾ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സെറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? റെഡ്യൂസസ് വേസ്റ്റ് കുറയ്ക്കും. പ്രൊഡ്യൂസ് ക്ലീൻ ഫ്യൂവൽ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്യൂവലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പൊല്യൂഷൻ കുറയ്ക്കും. അതുപോലെ പ്ലാന്റ്സിനുള്ള മാനുവർ പ്രൊഡ്യൂസ് ചെയ്യും. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്? ഒന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ട്. ഇറ്റ് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി യൂസിങ് സോളാർ പാനൽസ്. അപ്പോൾ ഫുള്ളി സോളാർ പവേർഡ് ആയിട്ടുള്ള എയർപോർട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ അറിയണം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണെന്ന് കേട്ടോ.
നെയിം സം അതർ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ എനർജി പ്രൊഡക്ഷൻ. എനർജി പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വേറെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? തെർമൽ പവർ പ്ലാന്റ്സ്, ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി, അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജി. 4 അറിഞ്ഞിരിക്കുക, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് എ ഹോട്ട് ബോക്സ്? എന്താണ് ഹോട്ട് ബോക്സ്? ഹോട്ട് ബോക്സ് ഈസ് എ സിമ്പിൾ ഡിവൈസ് യൂസ് ടു കീപ് ഫുഡ് വാം ആൻഡ് റെഡ്യൂസ് ഹീറ്റ് ലോസ്. നമ്മൾ ഫുഡ് നല്ല ചൂടാക്കി വെക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഹാഫ് കുക്ക്ഡ് ഫുഡ് കെപ്റ്റ് ഇൻസൈഡ് ദ ഹോട്ട് ബോക്സ് ഗെറ്റ് കുക്ക്ഡ് യൂസിങ് ദ പ്രിസർവ്ഡ് ഹീറ്റ്. അതായത് നമുക്ക് പകുതി കുക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലിരുന്ന് വേവും. അടുത്തത്, ഹൗ ഡസ് എ ഹോട്ട് ബോക്സ് ഹെൽപ്പ് ഇൻ സേവിങ് എനർജി? എങ്ങനെയാണ് എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് പ്രിവെൻറ്റ്സ് ഹീറ്റ് ലോസ് ആൻഡ് റെഡ്യൂസസ് ദ നീഡ് ഫോർ അഡീഷണൽ ഫ്യൂവൽ. ഹീറ്റ് ലോസ് കുറയ്ക്കും, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഫ്യൂവൽ നമുക്ക് അതിൽ ആവശ്യമില്ല. അപ്പോൾ ഗ്യാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം നേരം നമുക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ? ഫോസിൽ ഫ്യൂവലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ദേ ഗെറ്റ് എക്സോസ്റ്റഡ് വിത്ത് യൂസ്. ഉപയോഗം കാരണം അത് കുറഞ്ഞു വരും. അതുപോലെ അത് എയർ പൊല്യൂഷനും കാരണമാവും. കൂടി കാരണമാവും കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. വൈ ക്യാൻ വി ഡിപ്പെൻഡ് കംപ്ലീറ്റ്ലി ഓൺ സൺലൈറ്റ് ആൻഡ് വിൻഡ് ഫോർ ഇലക്ട്രിസിറ്റി? നമ്മൾ എന്തുകൊണ്ടാണ് സൺലൈറ്റിനെയും വിൻഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്? സൺലൈറ്റ് ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും സൺലൈറ്റ് അവൈലബിൾ ആവണമെന്നില്ല. വിൻഡ് സ്പീഡ് ഈസ് നോട്ട് ഓൾവേസ് യൂണിഫോം. വിൻഡ് സ്പീഡ് എപ്പോഴും യൂണിഫോമായി കിട്ടണമെന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. വാട്ട് ഷുഡ് വി ഡു ടു കൺസേർവ് എനർജി? എനർജി കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്വിച്ച് ഓഫ് ലൈറ്റ്സ് ആൻഡ് ഫാൻസ് വെൻ നോട്ട് ഇൻ യൂസ്. ആവശ്യമില്ലാത്തപ്പോൾ നമ്മുടെ ലൈറ്റും ഫാനും സ്വിച്ച് ഓഫ് ചെയ്യുക. എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്യുക. കൂടുതലായിട്ടും റിന്യൂവബിൾ എനർജി സോഴ്സസ് യൂസ് ചെയ്യാൻ നോക്കുക. ഫ്യൂവൽസ് വേസ്റ്റേജ് കുറയ്ക്കുക. വാട്ട് ഷുഡ് വി കൺസേർവ് ഫോസിൽ ഫ്യൂവൽസ്? നമുക്ക് എന്തൊക്കെയാണ് കൺസേർവ് ചെയ്യേണ്ടത് ഫോസിൽ ഫ്യൂവൽസിന്? അത് ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും അത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ബേണിംഗ് ദം കോസ് പൊല്യൂഷൻ. അത് കത്തിക്കുന്നത് എന്തിന് കാരണമാവും? പൊല്യൂഷന് കാരണമാവും. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ എനർജി കൺസർവേഷൻ. എനർജി കൺസർവേഷനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ. നമുക്ക് ഈ ഒരു പാഠം പഠിച്ചപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് സേവിങ് എനർജി ബൈ അവോയ്ഡിങ് അൺനെസസറി യൂസ്. ആവശ്യമില്ലാത്ത ഉപയോഗം കുറച്ചിട്ട് നമ്മൾ എനർജി സേവ് ചെയ്യുന്നതാണ്. പൊല്യൂഷൻ കുറയ്ക്കാനും എനർജി അവൈലബിലിറ്റി ഫോർ ദ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് എനർജി സേവ് ചെയ്യാനും നമുക്കത് ഹെൽപ്പ് ചെയ്യും. സജസ്റ്റ് സം വേസ് ടു റെഡ്യൂസ് ഇലക്ട്രിസിറ്റി കൺസെപ്റ്റ് അറ്റ് ഹോം. അപ്പോൾ ഹോമിലെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം? LED ബൾബ്സ് യൂസ് ചെയ്യാം, സോളാർ പാനൽസ് യൂസ് ചെയ്യാം. ആവശ്യമില്ലാത്തപ്പോൾ ലൈറ്റും സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിടാം. പിന്നെ നാച്ചുറൽ ലൈറ്റ്, ഡേ ടൈമിൽ കൂടുതലും നമുക്ക് നാച്ചുറൽ ലൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് എക്സ്പീരിമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയ കുട്ടിക്ക് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം കേട്ടോ. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്